എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇപ്പം ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി എനിക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോകണം. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് നമുക്കറിയാം വണ്ടി റിവേഴ്സ് എടുക്കണം അല്ലേ. റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം? സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വണ്ടി എടുക്കേണ്ടത്. നിങ്ങൾ നോക്കുക, ഒരുപാട് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് വന്നിട്ട് ഇങ്ങനെ തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ റോഡിലേക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ വണ്ടി തിരിക്കണം. അതായത് അധികം ഇങ്ങോട്ടേക്ക് വരാതെ അതിന് മുമ്പ് തന്നെ വണ്ടി തിരിക്കണം. അതായത് ഈ ഒരു സ്പേസിൽ വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ വണ്ടിയുടെ അകത്തോട്ട് കയറുന്നു. വണ്ടിയുടെ അകത്തോട്ട് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ റിവേഴ്സ് ഗിയർ ആക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് വലത് സൈഡിലേക്ക് തിരിക്കാനാണ് പോകുന്നത്. എന്താ, വലത് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ വണ്ടി എടുക്കുന്നു. ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ വണ്ടി എടുക്കുന്നു. വണ്ടി ബാക്കിലേക്ക് വിട്ടതിന് ശേഷം തിരിക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്പേസിൽ നിന്ന് തിരിഞ്ഞു കിട്ടൂല. റോഡിലേക്ക് പോകും വണ്ടി. പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ട് ഈ ഒരു മരം നമ്മൾ നോക്കുന്നു. കണ്ടില്ലേ, ഇങ്ങനെ നോക്കിയിട്ടാണ് ബാക്കിലേക്ക് എടുക്കുന്നത്. ഇതാ വളരെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, പതിയെ പതിയെ നമ്മൾ നോക്കുന്നു. ഇതാ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നു. ഇതാ നോക്കി, ഇതാ ഇപ്പോൾ ഈ മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ഗ്യാപ്പ്, ചുമരുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇതാ വളരെ അടുപ്പിച്ചായിക്കോട്ടെ, കുഴപ്പമില്ല. ഇതാ ഇത് ഇത്ര അടുപ്പിച്ചിട്ടായിട്ടുണ്ട്. നോക്കി, ഇപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു റോഡിന് ഏകദേശം പാരലായിട്ട് ഇതാ വണ്ടി ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു സൈഡ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഇതാ ബോർഡർ ലൈൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. കണ്ടില്ലേ, അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളിങ്ങനെ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത്. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് കുറേ ബാക്കിലേക്ക് എടുത്തിട്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ നിന്ന് കഴിഞ്ഞാലോ എന്താ പറ്റുക, വണ്ടിയുടെ ബാക്ക് ഇതാ റോഡിലേക്ക് കയറും. ഇപ്പോൾ ഒട്ടും റോഡിലേക്ക് കയറാതെ തന്നെ ഞാനിപ്പോൾ വണ്ടി ഇതാ ഇങ്ങനെ ആക്കി. കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടായിരുന്ന വണ്ടി ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. റോഡിന് നേരെ പാരലൽ ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതാ ഞാൻ ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഇപ്പോൾ ഇത്ര തിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും റോഡിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല. മറ്റു വാഹനങ്ങളെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇനി ചെയ്യുന്ന കാര്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് എന്തിനാ, ബാക്കിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പോവുകയാണെന്ന്. അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് വണ്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്താ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി ഇനി ഞാൻ എന്താ ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുന്നു. ബാക്കിലെ മിററിൽ നോക്കി ബാക്കിലെ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി ആദ്യം സ്റ്റഡിയാക്കി പിന്നീട് ഇത് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ എടുക്കുന്നു. നോക്കൂ നിങ്ങൾ, പതിയെ പതിയെ എടുക്കുന്നു. മുമ്പിൽ വാഹനമില്ല. പതിയെ 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 എടുത്തു. ഞാൻ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനിപ്പോൾ ഇതാ ചേർത്തിട്ടുണ്ട്. ഗിയർ സെക്കൻഡ് ഗിയർ ആക്കി. അപ്പോൾ മറ്റുള്ള വണ്ടികൾക്കൊന്നും ബുദ്ധിമുട്ടാക്കാതെ വളരെ എളുപ്പത്തിൽ ഞാനിപ്പോൾ അവിടുന്ന് തിരിച്ച് വണ്ടി ഇങ്ങനെ മുന്നോട്ടേക്ക് എടുത്തിട്ട് വന്നു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഓരോരോ സ്പേസിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ തിരിച്ചിട്ട് പഠിക്കുക. എന്തായാലും വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ.